Hi dears, welcome back. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 8 വെറൈറ്റി സ്നാക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി പഴം ബ്രെഡ് വെച്ചിട്ടൊരു വെറൈറ്റി പോളയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് 2 ഭാഗവും ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഈ ഒരു നെയ്യിലേക്ക് 2 ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാലും പിന്നെ അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പഴവും ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് മിക്സാക്കിയിട്ട് ഉടഞ്ഞു പോവേണ്ട. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുകൾ ഭാഗം ആ ഒരു ബ്രെഡും പഴമൊക്കെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് സ്പ്രെഡാക്കിയിട്ടുള്ള വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ടേസ്റ്റിലൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെരിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. കൂടെ തന്നെ 2 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ നേന്ത്രപ്പഴം ഓരോ പീസായിട്ട് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടെ നല്ലൊരു കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ ആദ്യം കുറച്ച് മൈദ എടുത്തിട്ട് പഴം ആദ്യം അതിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോട്ടിങ് ഉണ്ടാവും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. 2 രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അടുത്ത റെസിപ്പി ഏകദേശം ഉന്നക്കായുടെ ഒക്കെ ടേസ്റ്റും എന്നാൽ ഫില്ലിങ്സിലൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബനാന ബോക്സ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മീഡിയം പഴുപ്പിലുള്ള അത്യാവശ്യം വലുപ്പത്തിലുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പകുതിയാക്കി മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. കൂടുതൽ ടൈം വേവിച്ചെടുക്കേണ്ട, ഒരൊറ്റ വിസിൽ തന്നെ മതിയാവും. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ പഴത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യരുത്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ കയ്യിൽ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു സ്ക്വയർ എടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പഴത്തിൻ്റെ ആ ഒരു ഷേപ്പാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഒട്ടി കിട്ടുകയും ചെയ്യും. ഇതുപോലെ എല്ലാതും ബോക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മതിയാവും. 4 സൈഡും ബ്രൗൺ കളറാക്കി എടുക്കാം.
കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകൾ ഭാഗത്ത് ഒരു കടല വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു മാത്രം. ഇനി എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. അടുത്ത റെസിപ്പി ഉള്ളിൽ പഴത്തിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പഴത്തിൻ്റെ ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 അത്യാവശ്യം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ. പഴം ഏകദേശം നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത പഴം ഒന്നിച്ച് ഫില്ലാക്കി എടുത്തത് കാരണമാണ് ഇതുപോലെ ആയിട്ടുള്ളത്. കാരണം ഫിൽ ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ദോശയായിട്ട് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. ഇനി ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ദോശ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് ഫില്ലാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ ദോശ ചൂടോടുകൂടി തന്നെ ചെയ്തെടുക്കുക. എന്നാലാണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ. വേറെ മൈദൻ്റെ മാവൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാതും ഇതുപോലെ ബോക്സ് ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോക്സും ഈ ഒരു മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈയും കൂടെ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയിട്ട് ഷാലോ ഫ്രൈയും കൂടെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. തിരിച്ചും മറിച്ച് വിട്ടിട്ട് 2 ഭാഗവും ഒന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണാനൊരു വൃത്തിക്ക് വേണമെങ്കിൽ ഈ ഒരു 4 സൈഡും ഇതുപോലെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം. വേണമെന്നൊന്നുമില്ല, വൃത്തിക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു വൃത്തിയായിരിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി പഴം വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ചെയ്യുന്ന റെസിപ്പി കൂടിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോകരുത്. കുറച്ച് കട്ടിക്കായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മാവ് കിട്ടണം. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരുപാട് വലിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കേണ്ട, ഉൾഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നുള്ളിയിട്ട് കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. പഴമൊക്കെ പഴുപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്.
അടുത്ത റെസിപ്പി പഴം വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പോളയുടേതാണ്. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം, അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴനെയാണ്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡായിട്ടില്ലായിരുന്നു. നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം ഏകദേശം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുകൾ ഭാഗം ഏകദേശം ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ആയിട്ടൊന്ന് സ്പ്രെഡാക്കിയിട്ട് വിതറി കൊടുക്കാം. ഞാനിട്ട് കൊടുത്ത സമയത്ത് മുകൾ ഭാഗം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് ഏകദേശം സെറ്റായിട്ട് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പോളയുടെ മുകളിൽ ഒട്ടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പോളയാണ്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടുത്ത റെസിപ്പി പഴം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു പുത്തൻ സ്നാക്കാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സും ചെയ്യുന്ന രീതിയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആവിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവിലും കൂടെ ഈ ഒരു നെയ്യിൽ കടന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1.5 നേന്ത്രപ്പഴം, അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള 1.5 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഴുക്കാത്ത പഴം എടുക്കരുത്, നല്ല പഴുത്ത പഴമാകുമ്പോൾ മാത്രമേ ഇതിലേക്ക് പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ശർക്കരയായിരിക്കും. ഞാനിപ്പോൾ 1.5 അച്ച് ശർക്കര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ശർക്കര പെട്ടെന്നൊന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ പഴവും ഇതിൽ കിടന്നിട്ട് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതിന് പകരമായിട്ട് ശർക്കര വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് പോകരുത്. അവസാനം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദോശമാവാണ്. ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ദോശമാവ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ട് കലക്കണം കേട്ടോ, അങ്ങനെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ഒരു കട്ടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഈ ഒരു മാവിൽ ഇട്ടിട്ട് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് കവറാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി പഴം വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ, ഒന്ന് ചൂടാറിയിട്ട് കിട്ടണം. അപ്പോൾ പഴമൊക്കെ ഏകദേശം ഒന്ന് ചൂടാറിയിട്ട് കിട്ടിയാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഉന്നക്കായുടെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ റോളാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ബാറ്റർ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ പേരിന് നല്ലൊരു ഫ്ലേവറിന് കുറച്ചൊരു ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു 3 ബ്രെഡ് പൊടിച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും ആദ്യം മൈദയുടെ ഒരു ബാറ്ററിലൊന്ന് മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ റോളും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നമുക്ക് പഴം വാട്ടിയെടുക്കുന്നതിന് പകരം ഇത് പുഴുങ്ങിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ പുഴുങ്ങിയ പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ പഴം വെച്ചിട്ട് 8 വ്യത്യസ്ത ടേസ്റ്റിൽ വ്യത്യസ്ത രുചിയിലുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.